അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം വജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. قال رسول الله صلى الله عليه وسلم لن تؤمنوا حتى تراحموا. قالوا يا رسول الله كلنا رحيم. قال رسول الله صلى الله عليه وسلم إنه ليس برحمة أحدكم صاحبه ولكنها رحمة العام. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയുടെയും കർണാടക സ്റ്റേറ്റ് മുശാവറയുടെയും കേന്ദ്രത്തിലും കർണാടക സ്റ്റേറ്റിലുമൊക്കെയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹനിധികളായ സാരഥികളെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കർമ്മധീരരും കർമ്മോത്സുകരുമായ പ്രവർത്തകരെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ സന്നദ്ധരായി കടന്നു വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിഖായ പ്രവർത്തകന്മാരെ, അള്ളാഹുവിൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ 35-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 സമർപ്പണത്തിന് സാക്ഷികളാവാനാണ് നമ്മളൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സ്വാഗതാധ്യക്ഷ ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രൗഢമായ ഈ സദസ്സ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് വലിയ ആവേശവും അഭിമാനവുമാണ് ഉണ്ടാക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ കർമ്മപദത്തിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്കിങ്ങനെ സമ്മേളിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി നമ്മളൊക്കെ കാണുകയാണ്. മുപ്പത്തിയഞ്ചാം വാർഷികത്തിൻ്റെ വ്യത്യസ്ത കർമ്മ പദ്ധതികളിൽ ഏറെ പ്രാധാന്യമുള്ള 2 പദ്ധതിയാണ്. ഒന്ന് വിജിലൻ്റ് വിക്കായയും അതേപോലെ തന്നെ എഡ്യൂക്കേറ്ററും. ഈ 2 പദ്ധതികളിൽ കർണാടക സ്റ്റേറ്റിൻ്റെ പ്രാതിനിധ്യം, കർണാടക സ്റ്റേറ്റിലെ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള എഡ്യൂക്കേറ്റർമാരെയും വിജിലൻ്റ് വിക്കായ പ്രവർത്തകരെയും സമർപ്പിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക ഉദ്ഘാടന സമ്മേളന വേദി സാക്ഷിയാവാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്നോണം, ആദ്യ ഘട്ടമെന്നോണമാണ് നിങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തി എന്താണ് എഡ്യൂക്കേറ്റർമാർ, ആരാണ് വിജിലൻ്റ് വിക്കായ പ്രവർത്തകർ എന്ന് കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ വലിയ ചുമതല നിങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിജിലൻ്റ് വിക്കായ എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം.
SKSSFിൻ്റെ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന വിധം വിജ്ഞാനം വിനയം സേവനമെന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി എല്ലാ മേഖലകളിലും വ്യവസ്ഥാപിതമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ആ പദ്ധതികളൊക്കെ വിജയകരമായി നടപ്പിലാക്കുക മാത്രമല്ല അതിൻ്റെ റിസൾട്ട് സമൂഹത്തിനും സമുദായത്തിനും നാടിനും ഉപകാരപ്രദമാകുന്ന വിധം അത് സമർപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള ഏക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF. വൈജ്ഞാനിക മേഖലയിൽ നമ്മൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ 35ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രീ സ്കൂൾ മുതൽക്ക് സയൻസ് സ്കൂൾ വരെ SKSSFിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. IAS പരിശീലനത്തിന് മഫാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. സമുദായത്തിൻ്റെ മക്കളെ സർക്കാർ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കൊണ്ടുവരികയും തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് വരെ മുന്നേറ്റ യാത്ര നടത്തി CDP എന്ന് പറയുന്ന പദ്ധതിയെ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്ത് നൂറുകണക്കിന് സമുദായത്തിൻ്റെ മക്കളെ ആ പദ്ധതിയിൽ അംഗങ്ങളാക്കി രാജ്യത്തിൻ്റെ ഉന്നത അധികാര സ്ഥാനങ്ങളിലേക്ക് ആ മക്കളെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ വ്യത്യസ്ത പദ്ധതികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ദേശീയ തലത്തിലും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ചില പദ്ധതികൾ തുടക്കം കുറിച്ച് അതുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദേശീയ തലത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് CLC കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്ന പദ്ധതി. കൽക്കട്ടയിൽ അതിൻ്റെ ആദ്യത്തെ സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ മാസം അവസാനത്തിലായി ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലായി 3-4 CLC സെൻറ്ററുകൾ സമാരംഭം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. 35ാം വാർഷികത്തിൻ്റെ ഭാഗമായി 35 CLC സെൻറ്ററുകൾ എന്ന പദ്ധതി ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പൂർവസൂരികളായ മഹത്തുക്കൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചു തന്നിട്ടുള്ള മുദ്രാവാക്യം എന്താണോ ആ മുദ്രാവാക്യത്തെ കൃത്യമായി സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വിനയത്തിൻ്റെ വഴിയിൽ നമുക്ക് ഇതുവരെ ഒരു പരാജയവും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മൻ തവാലഅ റഫഅഹുല്ലാ എന്നാണ്. ആരാണോ താഴ്മ പ്രകടിപ്പിക്കുന്നത്, ഏറ്റവും വലിയ വിനയം കാണിക്കുന്നത്, അവർ അള്ളാഹു ഉയർത്തുമെന്നാണ് പുണ്യനബി അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1989 ഫെബ്രുവരി 19 കോഴിക്കോട്ട് സാമൂതിരി ഹൈസ്കൂളിൽ തീർത്തും പ്രതികൂലമായ ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ നമുക്ക് ചെല്ലാൻ ഒരു ഇടമില്ല, ഇരിക്കാൻ ഒരു സീറ്റില്ലാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഒരു യൂണിറ്റ് പോലുമില്ല. പള്ളിയിലോ മദ്രസയിലോ അല്ലെങ്കിൽ നാട്ടിലോ പോകാനും അവിടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനും പറ്റാത്ത സാഹചര്യം. എവിടെ ചെന്നാലും ആട്ടുകയും അകറ്റുകയും അതേപോലെ തന്നെ അവഹേളിക്കുകയും കല്ലെറിയുകയും കൂക്ക് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ ഉലമാക്കൾ അസ്ഥിവാരമിട്ട പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ
ഷേഖുന കണ്ണിയത്ത് ഉസ്താദും അതേപോലെ തന്നെ ശംസുൽ ഉലമയും KB ഉസ്താദും KT ഉസ്താദും CH ഉസ്താദും KK അസ്രത്ത് ഉസ്താദ് പോലുള്ള ആ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഒക്കെ ആശീർവാദവും അവരുടെ പിന്തുണയും അവരുടെ ഗുരുത്വവും പൊരുത്തവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് അതിൻ്റെ പ്രവർത്തന രംഗത്ത് കടന്നു വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 10 വർഷം വാദീനൂരിലെത്തുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വിനയം കൊണ്ടും ആത്മസംയമനം കൊണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടും ഈ പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചു. വാദീനൂരിലെത്തുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ 10 വർഷമായിരുന്നു. വാദീനൂരിലെത്തി നിൽക്കുമ്പോൾ ആ സംഗമത്തിന് സാക്ഷികളായവർക്കറിയാം, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധം, എതിരാളികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് 10 വർഷം കൊണ്ട് ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. വാദീനൂർ കഴിഞ്ഞ് മജ്ലിസ് ഇന്തിസാബും സമർക്കന്തും കഴിഞ്ഞ് മുഖദ്ദസിലേക്ക് നമ്മൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചേരാനിരിക്കുകയാണ്. ഇന്ന് ഈ മഹത്തായ പ്രസ്ഥാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ 14 സ്റ്റേറ്റുകളിൽ നമുക്ക് ഘടകങ്ങളുണ്ട്. മാത്രമല്ല 5000-ത്തിലധികം യൂണിറ്റുകളിലായി, 500-ലേറെ ക്ലസ്റ്ററുകളിലായി, 190 മേഖലകളിലായി 15 ദിവസം കൊണ്ട് 3 ലക്ഷം പ്രവർത്തകരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർത്തു പിടിക്കാൻ പറ്റുന്ന വിധം ലോകത്തൊരു മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും സാധിക്കാത്ത രീതിയിൽ ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് SKSSF എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും രീതിയിൽ തളർത്താനോ തകർക്കാനോ ഭീഷണിപ്പെടുത്താനോ ആര് മുന്നോട്ട് വന്നാലും വിനയം കൊണ്ട് അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയിൽ അടിയുറച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന് കർണാടക സ്റ്റേറ്റിലെ വിജിലന്റ് വിക്കായ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ആദരണീയരായ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ നേരെ നിന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വഴിയിൽ ആടാതെ ഉലയാതെ പതറാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോയാൽ ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്കിനിയും ധൈര്യമായി മുന്നോട്ട് പോകണം. നമ്മുടെ കർമ്മ പദ്ധതികളുമായി നമുക്കിനിയും മുന്നേറിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശബ്ദകോലാഹലങ്ങളും ഒച്ചപ്പാടുകളും അവസരത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും മറയുകയും ഒക്കെ കളിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് കളിച്ചുകൊള്ളട്ടെ. അവർക്കൊക്കെ പടച്ച തമ്പുരാൻ മറുപടി കൊടുക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം അങ്ങനെ കളിച്ചവർക്കൊക്കെ പടച്ച റബ്ബ് വളരെ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ ഇരുത്തേണ്ട ഇടത്ത് ഇരുത്തിയിട്ടുണ്ട്. പ്രകൃതി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വലിയ കൊമ്പന്മാരും വമ്പന്മാരുമൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നാം നമ്മുടെ വഴി വിനയത്തിൻ്റെ വഴിയാണ്. ആ വിനയത്തിൻ്റെ വഴിയിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഇടങ്ങളിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അതേ സമയത്ത് ആദർശത്തിൻ്റെ വഴിയിൽ ഒരിഞ്ച് ഒരാളുടെ മുമ്പിലും മുട്ടുമടക്കാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇനിയും പ്രഖ്യാപിക്കാനുള്ളത്. ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട.
കാലഘട്ടം കറങ്ങും, പുതിയ നൂറ്റാണ്ടുകളും പുതിയ സാഹചര്യങ്ങളും പുതിയ അന്തരീക്ഷങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരും. 100 വർഷമാകുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ അതിൻ്റെ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ സ്വാഭാവികമാണ്, അതുണ്ടായിക്കൊണ്ടേയിരിക്കും. വിക്കായ പ്രവർത്തകരെ ആ ഭാഗത്ത് കൂടിയിരിക്കുന്ന ആളുകൾ അവിടെ നിൽക്കേണ്ടവരല്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കോട്ട് പോകണം. കാരണം നമ്മളിവിടെ കാര്യമായ വിഷയം പറയുമ്പം ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. വിക്കായ പ്രവർത്തകരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതുവരെ അത് പറയാതിരുന്നതാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങും. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ ബാക്കിൽ സ്ഥലമുണ്ട്, അവിടെ പോയി നിൽക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പുതിയ സാഹചര്യത്തിൽ നമ്മളത് ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അങ്ങനെ പറയാനുള്ള സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ മഹത്തായ പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ സമസ്തക്ക് കരുത്തു പകരാനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്ക് താങ്ങും തണലുമായി നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ അവസാന നിമിഷം വരെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് സംരക്ഷിക്കേണ്ടി വന്നാൽ ആ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. വേറെ ലക്ഷ്യമൊന്നും നമുക്കില്ല. സിറാത്തുൽ മുസ്തഖീമാണ്, നേരായ മാർഗമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊക്കെ ഒരുപക്ഷെ മറ്റു പല വേദികളും സ്റ്റേജുകളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകും. മറ്റു പല വേദികളും അവസരങ്ങളും ഒക്കെ നമുക്കുണ്ടാകും, സ്വാഭാവികമാണ്. രാഷ്ട്രീയപരമായി നമുക്ക് പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ചിന്താഗതികളും ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഉള്ളവർ ഒരു കാര്യം മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ വഴിയാണ്. ആ വഴി അവിടെ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്ക് കൂടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. നാട്ടിലെ ഏതെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട നമ്മോട് ഏറ്റവും ബന്ധമുള്ള നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ശരി ഇതും ശരി എന്ന് പറയുന്ന, എല്ലാത്തിനും ശരിയിട്ട് കൊടുക്കുന്ന ഒരു ജനറൽ മൈൻഡ് ഉള്ളവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിന് ഗേറ്റ് ഇല്ല. ആകെയുള്ള ഗേറ്റ് വിക്കായന്റെ പ്രവർത്തകർ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ക്യാമ്പിൽ ആദ്യമായി പറയുന്ന കാര്യം അത് മാത്രമാണ്, തുറന്നു വെച്ചിട്ടുണ്ട്. അവർ ഈ പ്രസ്ഥാനത്തിന് പരിക്കേൽക്കാത്ത വിധം, നിങ്ങൾക്കും പരിക്കേൽക്കാത്ത വിധം സലാം പറഞ്ഞ് ഇറങ്ങിപ്പോകലാ നല്ലത്. അവർക്ക് പോകാം, നമുക്ക് ധൈര്യത്തിൽ പറയാം, ധൈര്യമായി പറയാം. കാരണം നിങ്ങൾക്ക് കോട്ടും തൊപ്പിയൊക്കെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുറത്താക്കലിന് അവസരം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് കർണാടകത്തിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഇവിടുന്നാ പറയുന്നത്. നമുക്കൊക്കെ പല കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോൾ 110 സ്പിരിറ്റുള്ള ആളുകൾ ഉണ്ടാവും, തീവ്രത കൂടിയവരുണ്ടാകും. SKSFന് തീവ്രത പോരാ, നമ്മൾ ഇങ്ങനൊന്നും ആയാ പോരാ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാകും, സ്വാഭാവികമാണ്. നാട്ടിക ഉസ്താദ് തൻ്റെ പ്രഭാഷണത്തിൽ രസകരമായി പറയാറുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരൻ ചോദിക്കും എന്താ വെട്ടിയാലെന്ന് ചോദിക്കും. മൂത്ത കോൺഗ്രസ്സുകാരൻ പറയണം എവിടെ നിൽക്ക്, ഞാൻ വെട്ടിക്കോളാന്ന് പറയണം. യൂത്ത് കോൺഗ്രസ്സുകാരൻ ചിലപ്പോൾ അങ്ങനെ പറയും. യൂത്ത് ലീഗുകാരൻ പറയണം ഓനെ വിട്ടാ പറ്റൂല, ഓനെവിടെ പിടിക്കുന്നൊക്കെ യൂത്ത് ലീഗുകാരൻ പറയും. മൂത്ത ലീഗുകാരൻ പറയണം അവിടെ നിൽക്കുക, ആയില്ല, ഇപ്പൊ തൽക്കാലം നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറയണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്,
ആദ്യമായും അവസാനമായും പിന്നെയും ഓർമ്മപ്പെടുത്താനുള്ളത്, സമസ്തക്കപ്പുറത്ത് നമുക്ക് മറ്റൊന്നുമില്ലേ ഇല്ല. ഒന്നുമില്ല, അതിനപ്പുറത്തില്ല. അതൊന്നും രണ്ടും മൂന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അതിനെ സംരക്ഷിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ നാട്ടിൽ നമ്മളെ കൂടെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവരും അപ്പുറത്താകാം. ഒരു മഹലിൽ, ഒരു പ്രദേശത്ത്, ഒരു യൂണിറ്റിൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവേണ്ട അവസ്ഥ വന്നാൽ അവിടെ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഒറ്റയാൾ പട്ടാളമായി പടപൊരുതി ചങ്കിലെ ചോര പറ്റുന്നത് വരെ, നമ്മുടെ ജീവൻ അവസാനിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഉണർത്തിയിട്ട് ഒന്നുകൂടി ഇതൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് നല്ലതാണ്. വേറൊന്നുമില്ല. ഞാൻ വിജലിൻ്റെ വിക്കായിട്ട് ബന്ധപ്പെട്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാനവസ്ത്രമുണ്ട്. ആ സ്ഥാനവസ്ത്രത്തോട് മാന്യത കാണിക്കണം. അത് ബറക്കത്തിൻ്റെ ഒരു കുപ്പായമാണ്. അത് സമസ്തയുടെ ഉലമാക്കൾ പൊരുത്തപ്പെട്ട് തന്ന, അത് മഹാന്മാരായ സാദാത്തുകൾ ഇഷ്ടപ്പെട്ടു തന്ന, ആയിരക്കണക്കായ ഉലമാക്കളും പ്രഭാഷകന്മാരും സൂഫിയാക്കളും ഔലിയാക്കളും നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കേൾപ്പിച്ചു തന്ന കുപ്പായമാണ്. വിഖായ എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. ആ നാമം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും അതേപോലെ തന്നെ കുവൈത്തിലും സൗദിയിലും ഒമാനിലും ഉൾപ്പെടെ പരിശുദ്ധ മക്കയിലും മദീനയിലും ഹാജിമാർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നൂറുകണക്കിന് വിഖായ പ്രവർത്തകരാണ് അവിടെ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഷ്ടമാണ്. വിഖായ ആകുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹാളിന് നിങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയത്. ആദ്യം 1600 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പോരാ, കർണാടകത്തിലേക്ക് ഞങ്ങൾക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞ് അത് 2600 എത്തിച്ചു. അത് നിങ്ങൾ കാണിച്ച ആവേശമാണ്. അള്ളാഹു അതൊന്നും നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ കോട്ട് നിങ്ങൾ വാങ്ങിയാൽ, ഈ തൊപ്പി നിങ്ങൾ വാങ്ങിയാൽ, ആ വസ്ത്രത്തോട്, ആ തൊപ്പിയോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്. സമസ്ത എവിടെ നിൽക്കാനാണോ പറഞ്ഞത് അവിടെ നിൽക്കും. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ പറയും. അവര് പറഞ്ഞെടുത്ത് മതി, അവര് പറഞ്ഞിടത്ത് നിൽക്കാം. നമുക്ക് എന്ത് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ അവര് പറഞ്ഞിടത്ത് നിൽക്കണം. അവരേതു ദിശയിലേക്കാണോ നമ്മളോട് നിൽക്കാൻ വേണ്ടി പറയുന്നത്, മുശാവറ ഏതു ദിശയിലേക്ക് നീങ്ങാനാണോ നമ്മളോട് കൽപ്പിക്കുന്നത്, ആ ദിശയിലേക്ക് മാത്രമേ നമ്മൾ നീങ്ങാവൂ. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ആ ദിശ ശരിയല്ല എന്ന് പറഞ്ഞാൽ, അവരെത്ര പാരമ്പര്യമുള്ളവരാണെങ്കിലും പൈതൃകമുള്ളവരാണെങ്കിലും എത്ര വർഷത്തെ പഴക്കമുള്ളവരാണെങ്കിലും നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ല. കാരണം സമസ്ത ഔലിയാക്കളുടെ, ആലിമീങ്ങളുടെ, ആരിഫീങ്ങളുടെ, സാദാത്തുക്കളുടെ ചരിത്രത്തിൽ ഇന്നുവരെ പിഴവ് സംഭവിക്കാത്ത, അബദ്ധം സംഭവിക്കാത്ത മഹാന്മാരായ ആലിമീങ്ങളും ഔലിയാക്കളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾക്കേറെ ഇഷ്ടമാണല്ലോ ഷെയ്ഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ. നിങ്ങൾക്ക് വല്ലാത്തൊരു വികാരാണ്. ആ മഹാനവറുകൾ ഇനി 100 വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമുഖത്ത് പിറക്കുന്ന ഒരു കുട്ടിക്ക് പോലും കറാമത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അത് പുതിയ തലമുറക്കറിയില്ല. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്, EK സമസ്ത എന്നാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ വിളിക്കല്? EK സമസ്തയാണ്. അതൊരു വഴിത്തിരിവാണ്. ആ 2 അക്ഷരം കൊണ്ട് സമസ്ത എന്ന പ്രസ്ഥാനത്തെ അറിയപ്പെടുമ്പോൾ ഇനി ഇവിടെ വരാൻ പോകുന്നവർ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും, വേറെ ഇനീഷ്യലിലുള്ള സമസ്ത ഉണ്ടാകും. അവരൊരു പക്ഷേ സിയാറത്തൊക്കെ നടത്തും, അവരിനി പ്രാർത്ഥന നടത്തും, അവരൊരു പക്ഷേ ഇനിയും ഇതിലപ്പുറവും പലതും അവർ സംഘടിപ്പിക്കും, അവർ നടത്തിയേക്കാം. അതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാനാണ്. കാരണം കുറെ കഴിയുമ്പോൾ, ചരിത്രം മറക്കുമ്പോൾ, പുതിയ തലമുറക്ക് മുമ്പിൽ
കണ്ണിൽ പൊടിയിടാൻ അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഷേഖുന ശംസുൽ ഉലമ വരക്കൽ മക്കാമിൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കാൽച്ചുവട്ടിൽ കടന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ എന്റെ വഴിയാണ്, ഞാൻ നിന്ന വഴിയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞാൻ കിടക്കേണ്ടത് വെള്ളിമാട് കുന്നിലെ ഖബർസ്ഥാനിലാണ്. ഞാൻ എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ ഖബർസ്ഥാൻ വെള്ളിമാട് കുന്നാണ്. അവിടെ മക്ബറയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല വരക്കൽ മക്കാമിൽ പോയി കിടക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞി. ഒരു കാലഘട്ടത്തിൽ എന്നെക്കുറിച്ച് പറയാൻ ബാക്കി വെച്ചതൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജുകളിലും പേജുകളിലും വേദികളിലും രഹസ്യമായും പരസ്യമായും ഷേഖുന ശംസുൽ ഉലമക്ക് തെറ്റുപറ്റി, ശംസുൽ ഉലമയുടെ നിലപാട് തെറ്റായിരുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞും എഴുതിയും പരിഹസിച്ചും ആ രീതിയിൽ പലതും നടത്തിയപ്പോഴും എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, എൻ്റെ നിലപാടിന് തെറ്റുപറ്റിയിട്ടില്ല. ഈ രണ്ടക്ഷരത്തിന് എനിക്ക് യാതൊരു ആദർശ വ്യതിയാനവും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്ത് ഇനി വരാൻ പോകുന്ന 100 വർഷം കഴിഞ്ഞ് ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും സംശയലേശമന്യേ അവിടെ കടന്നിട്ട് തെളിയിക്കാണ്. ഞാൻ അവിടെ നിന്ന് നീങ്ങൂല, മാറാൻ കഴിയൂല. വരക്കൽ തങ്ങൾ തുടങ്ങിയ സമസ്തയുടെ യഥാർത്ഥ അവകാശി ഞാനും എന്നെ തുടരുന്നവരുമാണ്. ആ വിഷയത്തിൽ അത്ര മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് വിജിലന്റ് വിഖായ എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ വിജിലന്റ് വിഖായ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറഞ്ഞ വാക്കുകൾ കൊണ്ട്, കാരണം ഒരു 5-6 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നേരത്തെ SKSFന്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ചില ഷെഡ്യൂളുകളുണ്ട്, വിഷയാധിഷ്ഠിതമായ ചില ഷെഡ്യൂളുകളുണ്ട്. അതനുസരിച്ചുകൊണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് 2 ടീമാണ്. സമർക്കന്ദിൽ നമ്മൾ വിഖായ എന്ന ഒരു പേരിട്ടുകൊണ്ട് അന്ന് 25,000 പട്ടാളത്തെ അന്നേത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചപ്പോ നീലപ്പട്ടാളം ആകാശത്തിന്റെ നീലിമയിൽ താഴെ ഒരു ആകാശം രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ നീലക്കടൽ തീർത്തുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ, ഈ നാട്ടിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയല്ല ചെയ്തത്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മുന്നോട്ട് പോയി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ആക്റ്റീവിംഗിലേക്ക് എത്തി. ഇന്ന് 2500ഓളം ആക്റ്റീവിംഗ് പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഈ നിൽക്കുന്നവർ. ആ കുപ്പായം വെറുതെ കിട്ടിയതല്ല. കഷ്ടപ്പെട്ട് സംഘടന പറഞ്ഞ സ്ഥലത്ത് വന്ന്, സംഘടന പറഞ്ഞ ഡ്യൂട്ടി നിർവഹിച്ച്, സംഘടന നട്ടപ്പാതിരക്ക് വിളിച്ചാലും നട്ടുച്ചക്ക് വിളിച്ചാലും ഞങ്ങൾ വരാൻ ഒരുക്കമാണ്. ആ രംഗത്ത് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ആ പരീക്ഷണങ്ങൾ അടക്കം വിജയിച്ചിട്ട് കൊടുത്തതാണ് ആ കൂട്ട്. അങ്ങനെ കൊടുത്തതാണ്. അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അത് വെറുതെ അങ്ങ് കൊടുത്തതല്ല. അങ്ങനെ അവരെ നമ്മൾ ഇനിയും അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ 35ാം വാർഷികത്തോടെ നമ്മൾ മറ്റൊരു പേര് കൂടി ചേർത്ത് പിടിക്കുന്നു. വിഖായ എന്ന് പറയുന്നത് 2-1ആണ്. 2-2 2-1 എന്ന് പറഞ്ഞാൽ വിജിലന്റ് വിഖായ എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ, ഇതിന്റെ ഔദ്യോഗികമായ സമർപ്പണം ഫെബ്രുവരി 4-ാം തീയതി കോഴിക്കോടിന്റെ കടപ്പുറത്ത് മണൽത്തരികളെ പ്രകമ്പനം കൊല്ലിച്ചുകൊണ്ട് റാലിയോടുകൂടി നമുക്കിത് സമർപ്പിക്കണം. നിങ്ങൾ ഒരു കണക്കിന് ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ അല്പം മുന്നേ പോയി, നിങ്ങളെ മനസ്സ് പോലെ നിങ്ങൾക്ക് അല്പം മുന്നിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്. സത്യത്തിൽ എനിക്കടക്കം അസൂയുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അസൂയുണ്ട്. നല്ല അസൂയ പറ്റുമല്ലോ. കാരണം നിങ്ങൾ മുന്നേ പോയി, നിങ്ങളെ മനസ്സും കുറച്ച് മുന്നിലാണ്, നിങ്ങളെ മനസ്സും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പ്രവർത്തനം മുന്നിലാണ്. മലബാറിലേക്ക് ആദരണീയരായ നമ്മുടെ സാദാത്തുക്കളും നേതാക്കളും ഒക്കെ വേദിയിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ വിഷയാവതരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുന്നത്, മലബാറിലേക്ക്, ആലപ്പുഴയിലേക്ക്, അതേപോലെ തന്നെ കാസർകോട്ടേക്ക്, കോഴിക്കോട്ടേക്ക് ഈ സംഘടന നിങ്ങളെ വിളിച്ചാൽ
ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവാറുള്ളത്, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അംഗങ്ങളുടെ, വിജിലന്റ് വിക്കായ പ്രവർത്തകരുടെ, നമ്മുടെ പ്രവർത്തകരുടെ ആ വളണ്ടിയർ സേന അവിടെ എത്തിച്ചേരുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പൂർണ്ണമായിട്ട് വരാറുള്ളത് കർണാടക സ്റ്റേറ്റിൽ നിന്നാണ്. ബാക്കിയുള്ളവരൊക്കെ പലതും ഒഴിഞ്ഞു മാറിക്കും. നിങ്ങളൊരു ടീമാണ്, നിങ്ങളൊരു വല്ലാത്ത ആവേശമാണ്. നിങ്ങളാണ് പലപ്പോഴും ഞങ്ങളെപ്പോലും ചീത്ത പറയാറുള്ളത്, നിങ്ങളാണ് ഞങ്ങളോട് കണ്ണുരുട്ടാറുള്ളത്. ആ നിലക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങളെ നാടിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു വലിയ അംഗീകാരമായി നിങ്ങൾ അതിനെ കാണണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റാണ്. ഇനി നാട് മുഴുവനും പരന്ന് നടക്കണ്ട. നിങ്ങളെ ഏൽപ്പിക്കുന്ന പണി യൂണിറ്റാണ്. ഒരു യൂണിറ്റിൽ നിന്ന് 10 പ്രവർത്തകർ എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. പക്ഷേ കർണാടകത്തിൽ അത് 10 വിട്ട് 20 വിട്ട് 25 വിട്ട് 30 വിട്ട് അങ്ങനെ ആവേശത്തോടെ നിങ്ങൾ കടന്നു വന്ന് ഇൻഷാ അല്ലാഹ് ഈ ജില്ലയിലെ, ഈ സ്റ്റേറ്റിലെ യൂണിറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ, പ്രവർത്തകരുടെ എണ്ണം നോക്കുമ്പോൾ ആനുപാതികമായി അതിനെ മറികടക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ യൂണിറ്റിലാണ്, നിങ്ങളുടെ ഇടം യൂണിറ്റിലാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, യൂണിറ്റാണ്. എന്താ യൂണിറ്റിൽ നിങ്ങളെ പണി? നിങ്ങൾ ഈ യൂണിറ്റിൽ ഉണ്ടാവണം. യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ മയ്യത്ത് പരിപാലനം പഠിക്കണം. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ പഠിക്കണം. ഒരു രോഗിയെ പ്രാഥമികമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമായി, സമസ്തയുടെ കീഴ്ഘടകമായ മഹല്ലിനും മദ്രസക്കും ആ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും താങ്ങും തണലുമായി നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ വെറുതെ കോട്ടും തൊപ്പിയിട്ട് പോയാൽ പോരാ. നിങ്ങൾ പഠിക്കണം, മയ്യത്ത് പരിപാലനം പഠിക്കണം. നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് നിങ്ങൾ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. വീട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം. നിങ്ങൾ അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ടും പോകരുത്. നിങ്ങൾ ഇനി ക്ലസ്റ്റർ വിളിക്കും, ചിലപ്പോൾ മേഖല വിളിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ വിളിക്കുമ്പോൾ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വരിക. അല്ലാത്ത നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റാണ്. ആ യൂണിറ്റിൽ ഉത്തമ സംസ്കാരമുള്ള, ഇസ്ലാമിക പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സംസ്കാരമുള്ള, സൽസ്വഭാവികളായ, അച്ചടക്കമുള്ള, അദബുള്ള, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന, ജാതി വർഗ വർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി ഉപകാരം ചെയ്യുന്ന നല്ല മക്കളായി നിങ്ങൾ മാറണം. നിങ്ങളെ കാണുമ്പം തന്നെ ആളുകൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാവണം. വേഷം, സ്വഭാവം, പ്രവർത്തനം. മഹല്ല് കമ്മിറ്റി നിങ്ങളെ സ്വീകരിക്കണം. നിങ്ങളുടെ പ്രായം പോലും നോക്കാതെ നിങ്ങൾ മഹല്ല് കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും നാട്ടിലെ സംഘടനാ പ്രവർത്തന രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയിൽ നാട്ടിലെ സേവന പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ കടന്നു വരണം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. സംഘടന നിങ്ങളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതാണ്. കാരണം പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ, ലിബറലിസത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, മതനിരാസത്തിൻ്റെ, ഫെമിനിസത്തിൻ്റെ സ്വതന്ത്ര ചിന്തയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്ക് പുതിയ തലമുറയിലെ മക്കളെ ക്യാമ്പസുകൾക്കകത്തും പുറത്തും മാരകമായ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പുതിയ തലമുറയെ മക്കളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു തിരുത്തൽ ശക്തിയായി അവിടെ ഉണ്ടാകണം. നിങ്ങൾ ഇബാദാവണം. നിങ്ങൾ ഈ യൂണിറ്റിലെ ഇബാദാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മദ്യപാനികളെ നിങ്ങൾ സമീപിക്കണം. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ, കുടുംബവുമായി അകന്നു നിൽക്കുന്നവരെ, ഈ സംസ്കാരത്തിൽ നിന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നിങ്ങൾ കണ്ടെത്തണം. യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, കൊടികെട്ടാൻ അവസരമില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രവർത്തിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഓടിയെത്തണം. നിങ്ങളുടെ പരിധിക്കകത്ത് നിങ്ങൾ ചെന്ന് ഈ സംഘടന യൂണിറ്റ് തലത്തിൽ ഒരു കാര്യം, ഒരു സർക്കുലർ നിങ്ങളെ കയ്യിലേക്ക് തന്നാൽ ആ സർക്കുലർ അതിനേക്കാൾ മനോഹരമായി, മെച്ചപ്പെട്ട രീതിയിൽ അത് നടപ്പിലാക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ ഒന്നുകൂടി പറയുന്നു, മയ്യത്ത് പരിപാലനം, കിടപ്പ് രോഗികളെ സംരക്ഷിക്കൽ, അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് അത്യാവശ്യമായ
സഹായം ഏതൊക്കെ രീതിയിലാണ് കൊടുക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അതേപോലെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഈ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അവിടെ നിങ്ങൾ ഒരു നല്ല ടീമായി നിങ്ങളുടെ കൊച്ചനുജന്മാരെ, നിങ്ങളെ കണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് പിടിക്കണം. നിങ്ങളെ ശത്രുക്കൾ പോലും, ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും നാട്ടിൽ, ശത്രുക്കൾ പോലും നിങ്ങളെ ഇഷ്ടപ്പെടണം. ശത്രുക്കൾ പോലും, ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പോലും നിങ്ങളെ ഇഷ്ടപ്പെടണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല മക്കളാക്കി നമ്മളെ മാറ്റട്ടെ. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇനി നിങ്ങളിൽ നിന്നാണ് ആക്റ്റീവിങ് രൂപപ്പെടുന്നത്. ഇനി ആക്റ്റീവിങ് വേറില്ല. നിങ്ങളായെങ്കിലേ, വിജിലന്റ് ആയെങ്കിലേ ആക്റ്റീവിങ്ങിന് പെർമിഷനുള്ളൂ. വിജിലന്റ് ആയവർക്ക് ആക്റ്റീവിങ്ങിലേക്ക് പെർമിഷനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പരിധിക്ക് പുറത്തേക്ക് പോരാ, യൂണിറ്റ് മേലോട്ട് കയറാം. നല്ലോണം മനസ്സിലാക്കിക്കോളേ. നീ നാട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കരുത്. അണ്ടിയ മൂത്ത് മാങ്ങ മൂത്ത് എന്ന് പറയരുത്. കാര്യമായി നേതൃത്വം പറയാൻ പറഞ്ഞൊരു കാര്യം അതാണ്. കാര്യമായി നേതൃത്വം പറയാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിപ്രായ ഭിന്നത ഉണ്ടാവരുത്. അഥവാ നിങ്ങളാണ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നവർ, നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൗണ്ടിനകത്ത് നിന്നാണ് ഇനി ആക്റ്റീവിങ്ങിനെ ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ, മണ്ടിലി മൂത്താൽ അണലിയാവും എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയലുണ്ട്. എന്ന പോലെ നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആത്മാർത്ഥതയും താല്പര്യവും ആവേശവും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മികവും മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഓരോ ഘട്ടത്തിലും സംഘടന ആക്റ്റീവിങ് അംഗത്വത്തിലേക്കുള്ള മെമ്പർഷിപ്പ് ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നേരത്തെ ആർക്കും കൊടുക്കായിരുന്നു, ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരെ സംഘടന അത്യാവശ്യ ഘട്ടത്തിലൊക്കെ വിളിക്കുകയും അവരെ ഉപയോഗപ്പെടുത്തുകയും അവരെ ഈ പ്രസ്ഥാനത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് എവിടേക്ക് വിളിച്ചാലും അവർ വരികയും ചെയ്യും. ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ അജണ്ടയിൽ ഉണ്ടാവരുത്. ഞാൻ സാധാരണ പറയുന്നത് പോലെ പറയാണ്, നോ എന്നത് അജണ്ടയിൽ ഉണ്ടാവരുത്. നമ്മളെല്ലാം സാധ്യമാകുന്നതൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ഹദീസ് ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ലൻ തുഅ്മിനു ഹത്താ തറാഹമു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളാരും സമ്പൂർണ്ണ മുഅ്മിനാവുകയില്ല നിങ്ങൾ കാരുണ്യമുള്ളവരാകുന്നത് വരെ. നിങ്ങൾ പരസ്പരം കരുണ കാണിക്കണം. സഹാബത്ത് ഉടനെ തന്നെ പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കുല്ലുനാ റഹീമുൻ, ഞങ്ങളൊക്കെ കരുണയുള്ളവരല്ലേ നബിയെ, ഞങ്ങളൊക്കെ കാരുണ്യമുള്ളവരല്ലേ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഉടനെ തന്നെ മറുപടി കൊടുത്തു, ഇന്നഹു ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹു. ഞാൻ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങളുടെ സുഹൃത്തിനോട്, നിങ്ങളുടെ കൂട്ടുകാരനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അത് ബേസിക്കലി എല്ലാവർക്കും ഉണ്ടാവും. ഉപ്പയോട്, ഉമ്മയോട്, കുടുംബത്തോട്, സുഹൃത്തിനോട്, സ്നേഹിതനോട്, അടുത്തവരോട്, അയൽവാസികളോട് കാരുണ്യം ഉണ്ടാവും. അതിനപ്പുറത്ത് മറ്റൊരു കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തെക്കുറിച്ചാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലാകിന്നഹാ റഹ്മത്തുൽ ആം. അത് പൊതുസമൂഹത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്. പൊതുസമൂഹത്തോട്, അറിയാത്ത, ബന്ധമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ സാധ്യതയില്ലാത്ത, നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു വേള എത്രയോ നമ്മളെ ആക്രമിക്കുകയും നമ്മളെ വേട്ടയാടുകയും നമ്മുടെ സോഷ്യലിടങ്ങളിലും അതേപോലെ തന്നെ അല്ലാതെയും നമ്മളെ വല്ലാതെ ആക്രമിക്കുകയും ചെയ്ത നമ്മളെ ഏറ്റവും വലിയ കഠിന ശത്രുവായേക്കാം. അവരോട് നിങ്ങൾ കരുണ കാണിക്കുന്നത് വരെ നിങ്ങളുടെ കാരുണ്യം പടർന്ന് പന്തലിച്ച് നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, യൂണിറ്റിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്, നിങ്ങളുടെ മേഖലയിൽ നിന്ന്, ജില്ല വിട്ട് അതിരുകൾക്കപ്പുറത്തേക്ക് വിശാലമായ റഹ്മത്തിന്റെ മനസ്സ് തുറന്നു വെക്കുന്നത് വരെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിജിലന്റ് വിക്കായ. അതാണ് വിജിലന്റ് വിക്കായ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. നമ്മൾ ഏറ്റെടുക്കണം. എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഏറ്റെടുക്കരുത്. ആരും ചെയ്യാത്തത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആരും ചെയ്യാത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്,
ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും നമുക്ക് പറയാം. ഇനിയും നിങ്ങളെ വിളിക്കും, മേഖലാടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നു, യൂണിറ്റ് തലങ്ങളിൽ നിങ്ങൾ നമ്പർ 1 ആയി, ഏറ്റവും നല്ല പ്രവർത്തകരായി യൂണിറ്റ് തലങ്ങളിൽ വിജിലന്റ് വിക്കായ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. പറഞ്ഞല്ലോ, റെഡി അല്ലാത്തവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, ഗേറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, അവർക്ക് പോകാം. ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. ഇത് സ്വർഗത്ത് പോകാനുള്ള ഒരു വഴിയാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് വലിയ ആബിദീങ്ങളെപ്പോലും മറികടന്നിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ മിന്നൽ വേഗതയിൽ പോകാനുള്ള ഒരു ചാൻസാണ്. അതിനുള്ള കുപ്പായമാണ്, അതിനുള്ള തൊപ്പിയാണ്, അതിനുള്ള തൊപ്പിയാണ്. വിക്കായ കേൾക്കുമ്പോഴേക്കും ഈ സാദാത്തുക്കളുടെ കണ്ണു നിറയും, ഈ കണ്ണു നിറയും. ആരും പറഞ്ഞിട്ടല്ല വിക്കായക്ക് വേണ്ടി ദുആ ചെയ്യാറുള്ളത്. അത്തിപ്പറ്റ ഉസ്താദ് ദുആ ചെയ്തു, വാവാട് ഉസ്താദ് ദുആ ചെയ്തു, സാദാത്തുക്കളൊക്കെ ദുആ ചെയ്തു, എല്ലാവരും ദുആ ചെയ്യുന്നു. ആരും പറഞ്ഞിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. പ്രഭാഷകന്മാരൊക്കെ ദുആ ചെയ്യുന്നു, ആരും പറഞ്ഞിട്ടല്ല. അത് നമ്മൾക്കുള്ള ക്വാളിറ്റിയാണ്. നമ്മളെ കണ്ടിട്ട് അവർക്കറിയാം വിക്കായ എന്താണെന്നുള്ളത്. ആരുടെ മുമ്പിലും പ്രത്യേകമായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. വിക്കായക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും തരും. ഞങ്ങൾ സൗദിയിൽ പോയി, ഞങ്ങൾ ഖത്തറിൽ ചെന്നു, ഞങ്ങൾ ഒമാനിൽ പോയി, ഞങ്ങൾ ബഹ്റൈനിൽ പോയി, ഞങ്ങൾ കുവൈത്തിൽ പോയി. വിക്കായെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ GCC രാജ്യങ്ങളിലെ അവിടുത്തെ പ്രിയപ്പെട്ട പ്രവാസികൾ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്തു വേണമെങ്കിലും ഞങ്ങൾ തരാമെന്നാ പറഞ്ഞത്. അങ്ങനെ ഈ പേരിന്, ഈ പ്രവർത്തനത്തിന് നാട്ടിന് വലിയൊരു അംഗീകാരമുണ്ട്, വലിയ അംഗീകാരമുണ്ട്. ആ അംഗീകാരം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കണം, ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കണം. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. ആ പ്രതിജ്ഞ മറ്റൊന്നുമല്ല, നിങ്ങൾ മുഖദ്ദസിലേക്ക് വരുമോ ഇല്ലയോ? നിങ്ങൾ മുഖദ്ദസിലേക്ക് വരുമോ ഇല്ലയോ? എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ പറയണം. നിങ്ങൾ മുഖദ്ദസിലെത്തണം. നിങ്ങളോട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളോടിത് പറയുന്നതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം നിങ്ങളൊക്കെ ജോലി ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ബാംഗ്ലൂരിലേക്ക് വരാൻ നിങ്ങൾക്കൊരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയോട് കൂടിയാണ് ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. പക്ഷേ നാട്ടിൽ പോയി നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഒരു പക്ഷേ ട്രെയിനിന് ടിക്കറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ കോഴിക്കോട് മുഖദ്ദസ് സംഘടനയുടെ ചരിത്രത്തിലെ ഒരു വെല്ലുവിളിയാണ്, ഒരു വെല്ലുവിളിയാണ്. സംഘടനയുടെ ചരിത്രത്തിലെ ഒരു വെല്ലുവിളിയാണ്. വാദിനൂറിലെ ഒരു വെല്ലുവിളി പോലെ സംഘടനയുടെ ചരിത്രത്തിലെ ഒരു വെല്ലുവിളിയാണ്. 1989 ഈ പ്രസ്ഥാനത്തുണ്ടായ വെല്ലുവിളി പോലെ സംഘടനയുടെ ചരിത്രത്തിലെ ഒരു വെല്ലുവിളിയാണ് മുഖദ്ദസ് എന്ന് പറയുന്ന നമ്മുടെ നാമം. അവിടെ നിങ്ങൾ ഉണ്ടായേ പറ്റൂ. നിങ്ങളോട് വരാൻ പറയാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടായേ പറ്റൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജോലി നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ അവിടേക്ക് വരണമെങ്കിൽ ഒരു പക്ഷേ ശനിയാഴ്ച തന്നെ പുറപ്പെടണം. ഞായറാഴ്ച കഴിഞ്ഞ് നിങ്ങൾ തിങ്കളാഴ്ചയും ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 11 മണിക്ക് തന്നെ സരോവരം പാർക്കിൽ നിന്നാണ് നമ്മൾ മാർച്ചിന് സമാരംഭം കുറിക്കുന്നത്. ട്രേഡ് സെന്റർ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് വിജിലന്റ് വിക്കായ എന്ന് പറയുന്ന റാലിക്ക് സമാരംഭം കുറിക്കുന്നത്. ഇവിടെ റാലി ഇല്ലാത്ത കാരണതാണ്. ഇവിടെ റാലി വെക്കേണ്ടിയിരുന്നു, പക്ഷേ വെക്കാതിരുന്നതാണ്. അവിടെ റാലിയുണ്ട്. ആ റാലിയിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ കർണാടകക്കാരായി തന്നെ ഉണ്ടാവണം. നിങ്ങൾ SKSSFന്റെ ചുണക്കുട്ടികളായി നിങ്ങൾ ഉണ്ടാവണം. അതൊരാളും ഒഴിഞ്ഞു പോകാതെ നിങ്ങൾ ടീമായി നിങ്ങൾ എത്തണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ ഒത്തുകൂടുമ്പോൾ, മുഖദ്ദസിൽ നമ്മൾ ഒരുമിക്കുമ്പോൾ
നമ്മുടെ ഏഴിന പദ്ധതികളുടെ പുതിയ മുന്നേറ്റത്തിന്റെ ഒരു പുതിയ ചരിത്രം നമ്മൾ അവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ആൾക്കൂട്ടത്തിന് വേണ്ടി സംഘടന ഇന്ന് വരെ ഒരു സമ്മേളനവും സംഘടിപ്പിച്ചിട്ടില്ല. സംഘടന സംഘടിപ്പിക്കുന്ന ഓരോ ആൾക്കൂട്ടങ്ങളും ഓരോ സമ്മേളനങ്ങളും ഓരോ പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. അവിടെയാണ് നമ്മുടെ ഈ എഡ്യൂക്കേറ്റർ ഉണ്ടാകുന്നത്, അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിജിലന്റ് വിക്കായ ഉണ്ടാകുന്നത്, അവിടെയാണ് സംഘടന പാവപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കാനുള്ള എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അവിടെയാണ്. അതിന് സാക്ഷികളാകണം. നമ്മളെ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്ന പദ്ധതിയാണ്. നിങ്ങളെ യൂണിറ്റുകളിൽ നിന്നൊക്കെ 1000 രൂപ ശേഖരിച്ചുകൊണ്ട് അതിനുള്ള ഏകദേശം ഒരു പ്രാഥമിക ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രാഥമിക ഫണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ പ്രഖ്യാപിക്കും. അതിന് നമുക്ക് സാക്ഷികളാകണം. തക്ബീർ ധ്വനികളോടെ അത് ഏറ്റെടുക്കണം. 1.5 പതിറ്റാണ്ട് മുമ്പ് സഹചാരി തുടങ്ങിയപ്പോൾ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട രോഗികളിലേക്ക് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും 15 ലക്ഷം 16 ലക്ഷം എന്ന രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പാവപ്പെട്ട കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിപ്പിക്കാൻ സ്കോളർഷിപ്പ് ലെവൽ ഒരു പുതിയ സഹായ പദ്ധതി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ട്രെയിനിങ് സെന്റർ രൂപപ്പെടുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വെൽനസ് രൂപപ്പെടുന്നത്. അവിടെയാണ് സംഘടനയുടെ പുതിയ 7 പദ്ധതികൾ അവിടെയാണ് രൂപപ്പെടുന്നത്. അതിൻ്റെതായ ജൈലാബ്ദീൻ തങ്ങളും എത്തിക്കഴിഞ്ഞു. അള്ളാഹു നേതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഖദ്ദസിൽ ഈ ചരിത്ര സംഗമത്തിന് സാക്ഷികളാകുമ്പോൾ പുതിയ മുന്നേറ്റത്തിൻ്റെ പുതിയ ചരിത്രത്തിന് നമുക്ക് തുടക്കം കുറിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. ഉമ്മർ എന്ന് പറയുന്ന കൊണ്ടോട്ടിക്കാരനായ ഒരു പ്രവർത്തകനുണ്ട്, ആക്റ്റീവിങ് അംഗമാണ്. ആ കുട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാര്യ പ്രസവിച്ച ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഒരവസ്ഥ. നമുക്ക് ഇത് ഇങ്ങോട്ട് വിളിച്ചാൽ, സംഘടന വിളിച്ചാൽ പിന്നെ ഒന്നും വിഷയമല്ല. ആ കുട്ടി വന്ന വഴിക്ക് പെട്ടെന്ന് തൻ്റെ കുട്ടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച തൻ്റെ കുട്ടി, ആ കുട്ടി ICUവിലാണ് എന്ന വിവരം കേട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിളിച്ചിട്ടുള്ളത്. അള്ളാഹുവേ, ആ കുഞ്ഞിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വിട പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അള്ളാഹുവേ, ഞങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരാണ് ഞങ്ങൾ ആവേശം. അള്ളാഹുവേ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സയ്യിദരും നേതാക്കളും ഒക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാൻ എൻ്റെ ഭാഷണത്തെ വിരമിക്കുകയാണ്. മറ്റ് എഡ്യൂക്കേറ്റർമാർ ഇൻഷാ അല്ലാഹ് സത്താർ സാഹിബ് അത് സംബന്ധമായിട്ട് വിശദമായിട്ട് പറയും. അതിൻ്റെ സ്പെഷ്യലിസ്റ്റും അദ്ദേഹം തന്നെയാണ്, ആ വകുപ്പും അദ്ദേഹത്തിന് തന്നെയാണ്. എഡ്യൂക്കേറ്റർമാരുടെ ഒരു നിരയാണ് ഈ ഇരിക്കുന്നത്. 300ഓളം എഡ്യൂക്കേറ്റർമാർ ഈ കർണാടക സ്റ്റേറ്റിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 1000ഓളം എഡ്യൂക്കേറ്റർമാരെ നമ്മൾ കണ്ണൂരിലും സമർപ്പിച്ചിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേറ്റർമാരുടെ സമർപ്പണവും ഇവിടെ തന്നെ നടക്കുകയാണ്. അതും ബൃഹത്തായ പദ്ധതിയാണ്. അതൊക്കെ വിശദമായി പഠിച്ചു മനസ്സിലാക്കി സംഘടന നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ച റബ്ബ് രക്ഷപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಸಮಸ್ತದ ಆದೇಶವನ್ನ ಚಾಚೂ ತಪ್ಪದೆ ಪಾಲಿಸಿ, ಯಾರ ಮುಂದೆಯೂ ತೃಪ್ತಿಗೆಡದೆ ಮಂಡಿಯೂರದೆ ಸಮಸ್ತದ ಆದರ್ಶದ ಸಮಾಜದ ಕಾವಲಾಳುಗಳಾಗಿ ನಿಲ್ಲಬೇಕೆಂದು ಸಲಹೆ ನೀಡುತ್ತಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮಾತನಾಡಿದ ಬಹುಮಾನ್ಯ ರಶೀದ್ ಫೈಜಿ ಬೆಳ್ಳಾಯಿಕೋಡು ಇವರಿಗೆ ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೀಗಾಗಲೇ ಡಮ್ಮಿ ವೇದಿಕೆಗೆ